ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ ശരണം. ഹരേ ഗുരുവായൂരപ്പ ശരണം. ഹരേ ഗുരുവായൂരപ്പ ശരണം. ഇന്ന് നാരായണീയ പാരായണമാണ് ചെയ്യാൻ പോകുന്നത്. ദശകം 42 ശകിടാസുരവധം. ഭഗവാന്റെ ആ ബാലലീലകളെ നമുക്കറിയാം ഓരോ പാരായണത്തിൽ അല്ലേ. ഇവിടെ ശകിടാസുരനെ വധിച്ചത് ആരാണ്, എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ കുട്ടിക്കാലത്ത് യശോദാമ കുളിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് ഒരുക്കി ഒരു സ്ഥലത്ത് നല്ല ഭംഗിയായിട്ട് കിടത്തി. എന്നിട്ട് യശോദാമ പല ജോലികൾ ചെയ്യുന്നതാണ്. ആ ജോലിയിൽ അങ്ങ് വ്യാപൃതയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞ് കാലിട്ടൊക്കെ അടിച്ച് കരയുന്ന ശബ്ദം കേട്ടു. ഇത് കേട്ടുകൊണ്ട് പെട്ടെന്ന് ഗോപന്മാരെല്ലാവരും അടുത്തുകൂടി. നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിക്കണ്ണൻ്റെ കാലിൻ്റെ കീഴിൽ ചെറിയ വണ്ടികളൊക്കെ അങ്ങനെ പൊടിഞ്ഞു കിടക്കുന്നു. ചക്രങ്ങളും വണ്ടിയുടെ ചക്രങ്ങളൊക്കെ വേറെ ആയിട്ടും ഒക്കെ അങ്ങനെ പൊടിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ. അപ്പോൾ കുട്ടികൾ യശോദാമയോട് പറഞ്ഞു, കണ്ണൻ്റെ ആ കാല് കൊണ്ട് വണ്ടികൾ എന്തെങ്കിലുമൊക്കെ പൊടിഞ്ഞു പോയതാവാം, മറ്റൊന്നും അവർ ചിന്തിച്ചില്ല. പക്ഷെ അതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാതെ കുറച്ച് ഗോപന്മാരുണ്ട്. അവർക്ക് ഇത് വിശ്വസിക്കാൻ അങ്ങോട്ടായില്ല. യശോദാമ ഓടിച്ചെന്ന് തൻ്റെ കുഞ്ഞിനെ എടുത്ത്, തൻ്റെ ഉണ്ണിക്കണ്ണനെ എടുത്ത് പാലൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശകടാസുരൻ വരുന്നു. ശകടാസുരൻ വരുന്നത് നേരെയല്ല, ഒരു ചക്രത്തിൻ്റെ രൂപത്തിൽ, ഒരു വണ്ടിയുടെ രൂപത്തിലാണ് വരുന്നത് ശകടം. ആ വന്നതിനെ ഭഗവാൻ തന്നെ എന്ത് ചെയ്തു, ഭഗവാന്റെ കാലുകൾ കൊണ്ട് തന്നെ ചവിട്ടി പൊടിച്ചു. ആ സമയത്ത് ഈ ശകടാസുരന് ഭഗവാൻ മോക്ഷം കൊടുക്കുകയാണ്. ഭഗവാന്റെ കയ്യോ കാലോ ഏത് അസുരന്മേലിൽ പതിച്ചിട്ടുണ്ടെങ്കിലും അവിടെ മോക്ഷമാണ്, അവിടെ അനുഗ്രഹമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. കഥാപി ജന്മർഷദിനേ തവ പ്രഭോ നിമന്ത്രിതജ്ഞാതിവധൂമഹീസുരാ മഹാനസസ്ത്വാം സവിധേ നിധായ സാ മഹാനസാധൗ വവൃതേ വൃജേശ്വരീം തദോ ഭവത്രാണനിയുക്ത ബാലകാം പ്രഭീതി സംക്രന്ദന സങ്കുലാരവൈ വിമിശ്രമപ്സ്രാവിഭവസമീപതാം പരിസ്ഫുടദാരുചടാരവാം തതസ്തദാ കർണന സംഭ്രമശ്രമാ പ്രകമ്പിവക്ഷോജഭരാവ്രജാങ്കന ഭവന്തമന്തർദൃശോ സമന്തദോ വിനിഷ്പദദാരുണദാരുമമന്ത്യകം ശിരോ ശിശോരഹോ കിമഭൂതിദ്രുതം പ്രധാവ്യനന്ദ പശുപാച്ച ഭൂസുരാം ഭവന്തമാലോക്യ യശോധയാ ധൃതം സമാശ്വന്യസൃജലാർദ്രലോചനാം കസ്കോനു കൗതുകസ്കുത യേഷ വിസ്മയോ വിശങ്കടം യച്ഛകടം വിപാടിതം ന കാരണം കിംചിദിഹേതി തേ സ്ഥിതാ സ്വനാസികാദത്തകരാസ്ത്വദീക്ഷകാം കുമാരകസ്യാസ്യ പയോധരാർത്ഥിനാം കുമാരകസ്യാസപയോധരാർത്ഥിനാ പ്രരോദനേ ലോലപദാംബുജാഹദം മയാ ദൃഷ്ടമനോവിപര്യകാ തിദീശതേ പാലക ബാലകാ ജഗാ ഭിയാ തദാ കിംചിദജാനതാമിദം കുമാരകാണാമതിദുർഘടം വജാ ഭവത്പ്രഭാവാ വിദുരൈരിദീരിതം മനാഗിവാശങ്കൃതാ ദൃഷ്ടപൂതനൈ
പ്രവാളതാമ്രം കിമിതം പദം ക്ഷതം സരോജരമ്യൗനു കരൗ വിരോചിതോ ഇതി പ്രസർപ്പത്കരുണാതരംഗിതാ ത്വദംഗമഭാവസ്പൃശുരംഗനാജനാം അയേ സുതം ദേഹി ജഗത്പദേ കൃപാതരംഗപാദാത് പരിപാദമധ്യമേ ഇതി സ്മ സംഗ്രഹ്യ പിതാ ത്വദംഗകം മുഹുർമുഹു ശിഷ്യത ജാതകണ്ഠകാ അനോനിലീന കില ഹന്തുമാഗതാ സുരാരിരേവം ഭവതാ വിഹംസിതാ രജോവിനോ ദൃഷ്ടമമുഷ്യ തത്കഥം സശുദ്ധസത്വേ ത്വയി ലീനവാൻ ധ്രുവം പ്രപൂജ്യതൈസ്തത്ര തതോ ദ്വിജാതിഭിർ വിശേഷതോല്യംബിതമംഗളാശിഷ വ്രജം നിജൈർബാല്യരസൈർവിമോഹയൻ മരുത്പുരാധീശരുജാം ജഗീഹി മേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഈ നാരായണീയ പാരായണം കേട്ടവർക്ക് എല്ലാവർക്കും ഭഗവാന്റെ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം.